പകലെല്ലാം സൃഷ്ടികൾക്കും രാത്രിയെല്ലാം സൃഷ്ടാവിനും കൊടുത്ത വലിയ മഹാനായിരുന്നു. മഹാനെ എന്ന് പറയാൻ ഞാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒരു ദിവസം പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാള് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി. ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം ഹാജി പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ എന്നോട് പറയാണ്, ആ ഒരു മഹാഭാഗ്യം എനിക്കും കിട്ടുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ സ്വപ്നത്തിൽ ചോദിച്ചു, അങ്ങേ എനിക്കൊന്ന് ചുംബിക്കണം, ഒന്ന് മുത്തണം. അന്നേരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കമീസ് മാറിടത്തിൽ നിന്ന് മാറ്റിയിട്ട് പറഞ്ഞു, ഇവിടെ മുത്തിക്കോ, ഇവിടെ ചുംബിച്ചോ എന്ന് പറയില്ലേ. പ്രിയമുള്ളവരെ, അദ്ദേഹം ഇങ്ങോട്ട് വേറൊരു സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ദറജ, അദ്ദേഹത്തിന്റെ പദവി, അദ്ദേഹത്തിന്റെ സ്ഥാനം, ഇത് എന്തുകൊണ്ട് കരസ്ഥമാക്കി? അദ്ദേഹത്തിന് ദീനിനോടുള്ള കൂറ്, ദീനിന്റെ പ്രവർത്തനത്തിനോടുള്ള കൂറ്, ദീനിന്റെ അഹ്ലുകാരോടുള്ള കൂറ്, ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോടുള്ള കൂറ് പ്രിയമുള്ളവർ അത്രമാത്രം ദൃഢമായി ശക്തമായിരുന്നു. മാത്രമല്ല, ഞാൻ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരണേ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ആഹാരം കഴിച്ചതിന് ശേഷം മകനെ പരിചയപ്പെട്ടു. മകനെ ഒരു അറബി കോളേജിൽ, വടകര മൻപുല ഒരു അറബി കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ മകനോട് ചോദിച്ചു, എന്താ കിതാബാണ് ഹിഫ്ദാണ്? കിതാബിലാണ്. തഫ്സീർ ഏതാണ്? തഫ്സീർ പറഞ്ഞു, പേര് പറഞ്ഞു. ഈ ആയത്ത് എത്തിയ സൂറത്ത് മറിയമിൽ ഏതെല്ലാം ഒന്ന് രണ്ട് ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു, ഇതിന്റെ തഫ്സീർ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മകനെ ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഹാജി അതിന്റെ തഫ്സീർ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇബ്രാഹിം ഹാജി ആലിമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ സനത് കൊടുക്കേണ്ടിയിരുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇബ്രാഹിം ഹാജി അവർക്കായിരുന്നു. അദ്ദേഹം ആലിമായിരുന്നു, അദ്ദേഹം മുത്തഅല്ലിമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ദുബായിൽ വെച്ച് എൻ്റെ ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുറച്ച് താമസിച്ചു പോയി പഠിക്കാൻ തുടങ്ങാൻ, കുറച്ച് താമസിച്ചു പോയി, പിന്നെ പ്രായമായി പോയല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, അദ്ദേഹം ഇൽമിന്റെ വഴിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം അതേ അവസ്ഥയിലാണ് മരിച്ചത്. നാളെ ആഖിറത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷിക്കാം, വളരെ ആഗ്രഹിക്കാം. ഉലമാക്കളുടെ ആ ഒരു ദറജയിൽ അല്ലാഹു തആല അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ വഴിയിലായിരുന്നു. നാളെ ആഖിറത്തിലെ ഉലമാക്കളുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.